ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ ഷാരിയും രാഹുലും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണതേ. പെട്ടെന്നൊരു ദിവസമാണ് ഞാൻ അറിഞ്ഞത് ഇത്രയും നാളും പൊന്നുപോലെ സ്നേഹിച്ച എൻ്റെ മോള് എൻ്റെ സ്വന്തം അല്ലാന്ന്. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് എന്തുമാത്രം വേദന ഉണ്ടായിട്ടുണ്ടാവും. ഷാരി, ഞാൻ പറഞ്ഞല്ലോ, ആ രൂപയുടെ സ്വത്തുക്കളെല്ലാം എനിക്ക് കിട്ടണം, എനിക്ക് നിനക്കൊക്കെ ആയിട്ട്. അതിനു വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്, അല്ലാതെ നിന്നോടുള്ള വെറുപ്പുകൊണ്ടൊന്നുമല്ല. എന്നിട്ട് നിങ്ങൾക്ക് എത്ര സ്വത്ത് കിട്ടി? ഇനി കിട്ടാനും പോകുന്നില്ല. നോക്കിക്കോ, ഒരു തുള്ളി സ്വത്ത് പോലും നിങ്ങൾക്ക് കിട്ടില്ല. അത്രയ്ക്ക് ദേഷ്യമുണ്ട് എനിക്ക് നിങ്ങളോട്. നിങ്ങൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊന്നും ശരിയല്ല. അത് കേട്ടതും ഷാരി, എല്ലാം ഞാൻ ചെയ്തത് നിനക്ക് വേണ്ടിയാ, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാ. മിണ്ടരുത്, മിണ്ടിപ്പോരുത്. നിങ്ങളെപ്പോലെ ഒരു ലോക വൃത്തികെട്ടവൻ ഈ നാട്ടിൽ വേറെ എവിടെ ഉണ്ടാവില്ല എന്നൊക്കെ പറയണം. അത് കേട്ടതും ഷാരി, ഞാൻ പറഞ്ഞത് സത്യമായിട്ടും രൂപയുടെ സ്വത്തുക്കളൊക്കെ നമുക്ക് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്കും നിനക്കും സരയുനും സന്തോഷമായിട്ട് ജീവിക്കാം. അതിനുള്ള വക ഞാൻ ഉണ്ടാക്കിത്തരാം. വേണ്ട, എനിക്കിനി നിങ്ങളുടെ ഒന്നും വേണ്ട. ദൈവത്തെ ഓർത്ത് ഞാൻ മരിക്കുന്നത് വരെയെങ്കിലും സരയു സത്യങ്ങൾ അറിയാൻ പാടില്ല. അത്രയേ ഉള്ളൂ. അവൾ എൻ്റെ മകളായിട്ട് തന്നെ എൻ്റെ കൂടെ വേണം. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, നിങ്ങളുടെ ഭാര്യയും പിന്നെ നിങ്ങളുടെ അനിയത്തിയും നിങ്ങളുടെ അളിയനും സ്നേഹത്തിലല്ല നിങ്ങളുടെ മുൻപിൽ അഭിനയിക്കുവാണെന്ന്. എന്നാൽ നിങ്ങൾക്ക് തെറ്റി. അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത്, അവരാത്മാർത്ഥമായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞ രൂപ ചന്ദ്രസേനനെ നല്ല ഉള്ളകയില കൊണ്ട് കിടക്കുന്നത്. അതൊക്കെ താൻ മനസ്സിലാക്കിക്കോ. അത് കേട്ടതും ഒരിക്കലുമില്ല, അതൊക്കെ നിനക്ക് തെറ്റിയതാ ഷാരി. എൻ്റെ രൂപ ഒരിക്കലും അങ്ങനെ ചന്ദ്രസേനെ സ്നേഹിക്കില്ല. അതെനിക്ക് നന്നായിട്ടറിയാം. ഈ വിശ്വാസം മനസ്സിലിട്ടുണ്ട് നടന്നോ. അതുകൊണ്ടാണല്ലോ ഇത്രയും വർഷം ഒന്നുമില്ലാതെ ആയത്. ഇനിയും നിങ്ങളുടെ എല്ലാം നഷ്ടപ്പെടും. നിങ്ങൾക്ക് ജീവിതകാലം മുഴുവനും ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. നിങ്ങൾ നോക്കിക്കോ എന്നൊക്കെ പറയണം. അത് കേട്ടതും ശരി, അങ്ങനെയാണെങ്കിൽ ആ ചന്ദ്രസേനൻ മരിക്കണം. അവനെ കൊന്നിട്ടാണെങ്കിലും അവളുടെ സ്വത്തുക്കളെല്ലാം നമ്മൾ തട്ടിയെടുത്തിരിക്കും. പിന്നെ അവളെ കൊല്ലാൻ അങ്ങോട്ട് ചെല്ല്. എന്നാലേ വിവരം അറിയും താൻ വിചാരിച്ചതുപോലെ പണ്ടത്തെ പോലെ ഇപ്പോൾ രൂപ എന്താ ബുദ്ധിയില്ലാത്തവളാണെന്ന് കരുതിയോ? തൻ്റെ കാര്യമാണോ പോക്ക്? ഇനി താൻ എന്തെങ്കിലും ചെയ്യാൻ ചെന്നാൽ അവർ കരുതിയിരിക്കത്തേ ഉള്ളൂ. എന്തൊക്കെ സംഭവിച്ചാലും രൂപയുടെ സ്വത്തിന് തനിക്കോ നമ്മുടെ കുടുംബത്തിനോ കിട്ടാൻ പോകുന്നില്ലടോ എന്നൊക്കെ പറയുക. താൻ ഇത്രയും വലിയൊരു ക്രൂരതയാണ് അവളോട് ചെയ്തത്. തൻ്റെ കുഞ്ഞിനെ താൻ സേനൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് രൂപയെയും സേനയെയും തമ്മിൽ തെറ്റിച്ചു. താനീ ചെയ്തത് വലിയ കാര്യമല്ല, വലിയ കാര്യം, തെറ്റായ വലിയ കാര്യം. അത് കേട്ടതും നമ്മുടെ രാഹുൽ, എന്തൊക്കെയാ ശരി നീ പറയുന്നത്? അതെ, എനിക്ക് ദേഷ്യം കൊണ്ട് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. എന്ത് പറയണമെന്നും അറിയില്ല. അതുകൊണ്ടാണ് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ എടുത്ത് പറയുന്നത്. താൻ ചെയ്ത ക്രൂരതയ്ക്ക് താൻ അനുഭവിക്കണോടോ? താൻ നീറി ചാകണം. എൻ്റെ കുഞ്ഞാണെന്നും പറഞ്ഞ് എന്നെ വിശ്വസിപ്പിച്ച് ഇത്രയും വർഷം കഴിഞ്ഞ് അവൾ എൻ്റെ കുഞ്ഞല്ല എന്നറിയുമ്പോഴുള്ള ഒരു പെറ്റമ്മയുടെ വേദനയുണ്ടല്ലോ, ആ വേദനയൊന്നും തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എൻ്റെ മോള് സത്യങ്ങളൊന്നും അറിയരുതേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. അതിനിടയിൽ ആ താര കയറി വരുമ്പോൾ ഒരക്ഷരം പോലും പറയാൻ പറ്റാതെ എല്ലാ കാര്യങ്ങളും അവൾക്ക് വേണ്ടി ഞാൻ അനുസരിക്കേണ്ട ഒരവസ്ഥയാണ് എനിക്ക്. അതൊക്കെ തനിക്കറിയോ? എല്ലാത്തിനും കാരണക്കാരൻ താനാ. ആ താര വന്ന് കുഞ്ഞിനെ കാണണമെന്ന് പറയുമ്പോഴും സരയുനെ കാണണമെന്ന് പറയുമ്പോഴൊക്കെ എനിക്ക് അവസരം ഉണ്ടാക്കി കൊടുത്തേ പറ്റൂ. ഇപ്പോഴും ഞാൻ അതിനിടയിൽ കിടന്ന് നീറി ചാകുക. ഓരോ ദിവസം രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും നാളെ നേരം വെളുക്കരുതേ എന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഉറങ്ങുന്നത്. എന്നിട്ടും ദൈവങ്ങൾ എന്നെ ശപിക്കാൻ വേണ്ടിയും എന്നെ ശിക്ഷിക്കാൻ വേണ്ടിയും നേരം വെളുപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. എല്ലാം കൊണ്ടും ഞാൻ ആകെ തകർന്നിരിക്കുക, തളർന്നു പോയി. ജീവിതത്തിൽ ഒരു സന്തോഷവുമില്ലാത്ത ദിവസങ്ങളാണ് ഇപ്പോൾ മുന്നിലൂടെ കടന്നു പോകുന്നത്. തൻ്റെ വാക്ക് വിശ്വസിച്ച് താൻ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾക്കൊക്കെ കൂട്ടുനിന്ന് താൻ എല്ലാം ചെയ്തു തരുമെന്നൊക്കെ വിശ്വസിച്ച് നിന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഒരു കാര്യം ഞാൻ പറയാം, സത്യം എൻ്റെ മോള് മാത്രം അറിയരുത്. അവൾ ആ സത്യം അറിഞ്ഞ അന്ന് ഈ ശാരിയുടെ ജീവൻ നിലനിൽക്കും എന്നും നിലനിൽക്കില്ല എന്നും പറയാണ്. അത് കേട്ടതും നമ്മുടെ രാഹുൽ, ശാരി നീ വെറുതെ ആവശ്യമില്ലാതൊന്നും ചിന്തിച്ചു കൂട്ടണ്ട. നമുക്കും ഒരു ദിവസം നല്ല കാലം വരും. എപ്പോ? മരിച്ച് മുകളിലേക്ക് പോകുമ്പോഴോ? ഒരു കാര്യം ഞാൻ പറയേക്കാം, ഇനി എന്തൊക്കെ സംഭവിച്ചാലും മരിച്ച് മുകളിലേക്ക് പോയാലും ശരി, എൻ്റെ മോളല്ലാതെ ആകുന്നില്ല. അവളെ ഒരിക്കലും ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല.
നീ പേടിക്കണ്ട ശാരി, താരയെ തീർക്കുന്ന കാര്യം നിങ്ങളിങ്ങനെ എല്ലാവരെയും തീർത്തുകൊണ്ട് നടന്നോ, അവസാനം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതായിരിക്കും വലിയ തിരിച്ചടി. താരയെ കൊല്ലും, കല്യാണിയെ കൊല്ലും, കിരണിനെ കൊല്ലും, രൂപയെ കൊല്ലും, സേരനെ കൊല്ലും, എല്ലാവരെയും കൊന്ന് കൊലവിളിക്കാൻ നിങ്ങൾ ആര്? കാലനോ? അതാകും എപ്പോഴാന്നറിയാമോ? നിങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടിതായിരിക്കുന്ന സമയത്ത് ഞാൻ കാലനാവും, എന്നിട്ട് നിങ്ങളെ ഞാൻ കൊല്ലും, അത് ഉറപ്പാ. നിങ്ങളെ കാണുമ്പോൾ എനിക്ക് അറപ്പും വെറുപ്പും തോന്നുക. നിങ്ങളോട് എനിക്ക് ഒരു തുള്ളി സ്നേഹം പോലും തോന്നുന്നില്ല. അത്രയ്ക്ക് ദേഷ്യമാണ് വരുന്നത്. നിങ്ങളെ കാണുമ്പോൾ കാർക്കിച്ച് തുപ്പാൻ തോന്നുക. നിങ്ങളെപ്പോലൊരു വൃത്തികെട്ട ഭർത്താവ് ഈ ലോകത്ത് ആർക്കും ഉണ്ടാവില്ല, ആർക്കും ഉണ്ടാകത്തുമില്ല എന്നൊക്കെ പറയാണ്. ഇതൊക്കെ കേട്ടതും ശരി, നീ എന്നെ ഒന്ന് മനസ്സിലാക്കുക. അപ്പോഴത്തെ എൻ്റെ മാനസികാവസ്ഥ അതായിരുന്നോ? ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നോ? വേണ്ട, ഒരക്ഷരം നിങ്ങളിനി മിണ്ടണ്ട. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. താര വന്ന് എന്നോട് പറയുമ്പോൾ ഞാൻ കാണിച്ചു കൊടുക്കാം. അതല്ലാതെ എനിക്ക് വേറെ ഒരു വഴിയില്ലല്ലോ. എന്തായാലും നിങ്ങൾ പോകാൻ നോക്ക്, പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് ശാരി കട്ടിലെ കയറി കിടക്കുക. എൻ്റെ ഈശ്വരന്മാരെ, ഇതെന്തൊരു വിധിയാ. എൻ്റെ മോളുടെ കുഞ്ഞാണത്, എൻ്റെ പേരക്കുട്ടിയത്. എന്നിട്ടും വേറൊരുത്തി അവകാശം പറഞ്ഞു വരുമ്പോൾ അവളെ ചവിട്ടി പുറത്താക്കേണ്ടതിന് പകരം എനിക്ക് അവളെ വീട്ടിലിരുത്തി കുഞ്ഞിനെ കാണിച്ചു കൊടുക്കേണ്ട അവസ്ഥയാണല്ലോ ഈശ്വര. ഞാൻ ചെയ്യാത്ത തെറ്റിനെ എന്തിനാ എന്നെ ശിക്ഷിക്കുന്നത് ദൈവമേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ശാരി ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയം രാഹുലാണെങ്കിൽ ഭയങ്കര ആലോചനയില്ല. ദൈവമേ, എൻ്റെ ശാരി സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞല്ലോ, എങ്ങനെയെങ്കിലും ശാരിയുടെ മനസ്സ് മാറ്റി അവളെ വീണ്ടും കൂടെ നിർത്തണം. ഈ സമയത്ത് അവളെൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോകും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാഹുൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സരയുനെയാണ്. സരയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്. 27 കെട്ട് ചടങ്ങിനുള്ള ആഘോഷങ്ങളൊക്കെ ചടങ്ങിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. എല്ലാം ഉണ്ട്. സരയും മേടിച്ചത് ഒരു 1.5 കേക്കും. അപ്പോൾ നമ്മുടെ ശാരിയൊക്കെ ചോദിക്കും, ഇതെന്തിനാ മോളെ കേക്ക്? എന്താ കേക്ക് മുറിച്ചാൽ കൊള്ളില്ലേ മോളെ? അത് 28 കെട്ടിന് കേക്കൊക്കെ ആരെങ്കിലും മുറിക്കുമോ? എന്നാലേ പഴയ കാലമൊന്നുമല്ല, ഇപ്പം പുതിയ കാലമാണ്. എന്ത് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അമ്മ അതൊന്നും ഇടപെടണ്ട. അമ്മയുടെ കാര്യം നോക്കാം. അല്ല, ഇപ്പം ഭ്രാന്തൊക്കെ പോയോ? ഇന്നലെ രാത്രി എൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയിട്ട് ഓർമ്മയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ കാരണം എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, ഇനി മേല ഈ വീട്ടിലേക്ക് ഞാൻ വരില്ല. മോളെ അങ്ങനെയൊന്നും പറയില്ല മോളെ. എൻ്റെ കുഞ്ഞിന് മോളുടെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതെനിക്കും കൂടെ പ്രശ്നമുള്ള കാര്യമല്ലേ. എന്നിട്ടാണ് ഇന്നലെ എൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി കട്ടിലേൽ വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ നിന്നത്. അപ്പോഴേക്ക് രാഹുൽ വരുന്നു വേറെ വരണം മുഴു ഭ്രാന്ത് പിടിച്ചത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അമ്മയും അച്ഛനും കൂടെ ഇങ്ങനെ തുടങ്ങിയാൽ ഞാൻ നിങ്ങളെ ഏതെങ്കിലും ഭ്രാന്താശുപത്രി കൊണ്ടേ ആക്കും. ആക്കടി മോളെ, ആക്ക്. എന്നിട്ട് നീ സന്തോഷമായിട്ട് ജീവിക്കേ. അതെ, ഞാൻ സന്തോഷമായിട്ട് തന്നെ ജീവിക്കും എൻ്റെ മനുവേട്ടനോടൊപ്പം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയു ഇങ്ങനെ ദേഷ്യപ്പെടുക. ഈ സമയം രൂപ വരിക. രൂപ വന്നത്, ഹായ് ആൻറ്റി, വാ ആൻറ്റി എന്നൊക്കെ പറഞ്ഞ് രൂപയെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മുടെ രൂപ ചോദിക്കുക, ഇതെന്താ കേക്കൊക്കെ? അത് പിന്നെ കൊച്ചിൻ്റെ 28 ചടങ്ങല്ലേ, അപ്പം കേക്ക് മുറിക്കാമെന്ന് കരുതി. അതെന്താ മോളെ അങ്ങനെ? കേക്ക് മുറിച്ച് 28 കെട്ടാരും ആഘോഷിക്കില്ലല്ലോ, പായസം വയ്ക്കാറല്ലേ പതിവ്. എന്താണെങ്കിലും ആൻറ്റി, അപ്പുറത്തുള്ളവരെ കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നേ, അത് ബർത്ത്ഡേ അല്ലേ മോളെ. എന്തൊക്കെയായാലും എനിക്കൊരു പ്രശ്നമില്ല. അവർ കേക്ക് മുറിച്ച് ആഘോഷിക്കുമ്പോൾ ഞാനും കേക്ക് മുറിച്ച് ആഘോഷിക്കും. അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ മോളെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെറുതെ വാശിപ്പുറത്ത് ചെയ്യുന്നത് പോലെ ആയിപ്പോവും. നമുക്ക് നമ്മുടെ രീതിയിൽ ആഘോഷിക്കാം, അവരവരുടെ രീതിയിൽ ആഘോഷിക്കട്ടെ. മോൾ എന്തിനും ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ എന്നൊക്കെ പറയാം. ഇല്ല ആൻറ്റി, എനിക്കത് പറ്റില്ല. കാരണം അവൾ എന്തൊക്കെ ചെയ്യുന്നോ, അവളെങ്ങനെയൊക്കെ സന്തോഷിക്കുന്നോ അങ്ങനെയൊക്കെ എനിക്ക് സന്തോഷിക്കണം. അതിനു വേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകും ആൻറ്റി എന്നൊക്കെ പറയണം. അത് കേട്ടതും, അതേടി അതെ, നീ ചെയ്യും, ഇതല്ല ഇതിനപ്പുറവും ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നൊരു ഭർത്താവാണല്ലോ കൂടെ നിൽക്കുന്നത്. എൻ്റെ ഈശ്വര, ഇനി അവൻ എപ്പോഴാണാവോ ഇവളെ പുറംകാലം കൊണ്ട് തൊഴിച്ചിട്ട് പോകുന്നത്, ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ രൂപ ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് കുഞ്ഞാവെ എടുക്കുക, മോനെ നിൻ്റെ അവസ്ഥ ഓർക്കുമ്പോഴാണ് എനിക്ക് ടെൻഷൻ. എന്ത് ചെയ്യാനാ, നീ ഒരു വൃത്തികെട്ടവൻ്റെ മോളായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രൂപ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് രാഹുലിനെയാണ്. രാഹുൽ ആലോചിക്കുക, ശാരി പറഞ്ഞതുപോലെ രൂപ എന്നെ ചതിക്കുകയാണോ? രൂപ, എനിക്ക് നിന്നെ ഒന്ന് കാണണം.
അതിനെന്താ രാഹുലേട്ടാ, ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ, കണ്ടോ എന്നും രൂപ അത് കേട്ടതും, അല്ല രൂപേ, എനിക്ക് നിന്നെ തനിച്ചൊന്ന് കാണണം, കുറച്ചു നേരം സംസാരിക്കാനുണ്ട്. എന്തെന്നാ സംസാരിക്കാനുള്ളത്? അതൊക്കെ ഞാൻ പറയാം രൂപേ, നീ ഒന്ന് വരാൻ നോക്ക്. അത് കേട്ടതും, എങ്ങോട്ടേക്ക്? അതൊക്കെ ഞാൻ പറയാമെന്ന് പറഞ്ഞില്ലേ. എന്തായാലും ഒന്ന് വാ എന്നും പറഞ്ഞുകൊണ്ട് രൂപയെ വിളിച്ചോണ്ട് വാ. എല്ലാ കാര്യങ്ങളും പറയാൻ വേണ്ടി പോവുമായിരിക്കും. ആ ചന്ദ്രസേനനെ കൊല്ലാൻ വേണ്ടി പറയാൻ. താൻ എന്തൊക്കെ പറഞ്ഞാലും ചന്ദ്രസേനനെ കൊല്ലാൻ തനിക്ക് പറ്റില്ലടോ. അങ്ങനെ സംഭവിച്ചാൽ ആ ചന്ദ്രസേനൻ്റെ മക്കളായ സോണിയും പിന്നെ കിരണും മരുമക്കളായ കല്യാണിയും ആൽബിയും ഒന്നും തന്നെ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക രൂപ ഈ സമയം. പിന്നീട് അവിടെ കല്യാണിയുടെ വീട്ടിലാണ് കാണിക്കുന്നത്. അവിടെ കേക്ക് മുറിക്കാനുള്ള ആഘോഷങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. ബലൂണും പടക്കവും പിന്നെ എല്ലാം ഉണ്ട്, ബർത്ത്ഡേ പേപ്പറും ഒക്കെ എല്ലാം മേടിച്ച് അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കും. അപ്പോൾ പാറും ബൈജു ആണെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ ശബ്ദം കേൾക്കാൻ വേണ്ടി ഭയങ്കര ഒച്ചത്തിൽ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയം സരയാണെങ്കിൽ, കേട്ടോ ആൻറ്റി കേട്ടോ, അപ്പുറത്തെ സൗണ്ടാണ് കേൾക്കുന്നത്, നമ്മൾ കേൾക്കാൻ വേണ്ടി മനഃപൂർവ്വം പറയുന്നതാ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ. നമുക്കും ആഘോഷിക്കണം ആൻറ്റി. ഞാൻ നൂലുകെട്ട് നടത്തുമ്പോൾ ആൻറ്റി ഒച്ചത്തിൽ കൈയടിച്ച് സന്തോഷത്തോടെ പറഞ്ഞാൽ മതി. അത് കേട്ടതും, എന്ത് നൂലുകെട്ട് നടക്കുന്ന സമയത്തും ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ മതി ആൻറ്റി. എൻ്റെ മോളെ ഹാപ്പി ബർത്ത്ഡേക്കല്ലേ വരുന്നത്, അല്ലാതെ ഇപ്പോഴാണോ? എന്തൊക്കെയായാലും ദേ എനിക്കൊന്നേ പറയാനുള്ള ആൻറ്റി, അവൾ കരയണം, അവൾ സന്തോഷിക്കാൻ പാടില്ല, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ എന്നൊക്കെ പറയാം. എന്നാൽ ശരി, നമുക്ക് നൂലുകെട്ട് തുടങ്ങിയാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ നൂല് കെട്ടാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതേ കൊച്ചിൻ്റെ 28 ദിവസം ആവുന്നത് നാളെയാണ്. എന്നാൽ ഇന്ന് തന്നെ സരയുവിന് നൂലുകെട്ട് ചടങ്ങ് നടത്തണമെന്ന് വാശിയും. അപ്പോൾ മനോഹർ അങ്ങനെ അടുത്തിരിക്കുക. മോളു എന്നാൽ സ്വർണം, അപ്പോൾ നമ്മുടെ രൂപയെ സ്വർണ്ണമൊക്കെ കൊടുക്കുകയാണ്. അത് കണ്ടത്, ഓ ആൻറ്റി എനിക്ക് ഇതൊന്നും വേണ്ട ആൻറ്റി, എൻ്റെ മനുവേട്ടനെടുത്ത് തന്ന സ്വർണ്ണേ നല്ല ലൈറ്റ് വെയിറ്റ് സ്വർണ്ണമാണ്, അത് ഇട്ട് കഴിഞ്ഞാൽ കുഞ്ഞിന് വേദനിക്കുക പോലുമില്ല, അതുകൊണ്ട് അങ്ങനത്തെ ഇടാൻ ആൻറ്റി. അത് കേട്ടതും, മോളുടെ ഇഷ്ടം, എനിക്ക് നിർബന്ധമൊന്നുമില്ല മോൾ ഇതിട്ട് കൊടുക്കണമെന്ന്, പിന്നെ ആൻറ്റി മേടിച്ചെന്നേ ഉള്ളൂ. അയ്യോ ആൻറ്റിക്കൊന്നും തോന്നരുത്, ഞാൻ വേറൊന്നും കൊണ്ട് പറഞ്ഞതല്ല, അങ്ങനെയൊന്നുമില്ല മോള് പിടിക്ക് എന്നൊക്കെ പറഞ്ഞ് രൂപയുടെ കയ്യിലേക്ക് കൊടുക്കുക. ഈ സമയം മനോഹർ, എല്ലാ സ്വർണവും അവരുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയത്, ഞാനാണ് കൂടുതലെടുത്തതെന്നുള്ള സന്തോഷത്തിൽ നിൽക്കുക ഭാര്യ. എടി സരയോ, അധികം വൈകാതെ തന്നെ ഞാൻ നിന്നെ ഇട്ടേച്ച് പോയിക്കളയും, അങ്ങനെയുള്ളപ്പോൾ നീ എന്തോരം വേണേലും സ്വർണം മേടിച്ചോ, എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ, അതെല്ലാം എടുത്തിട്ട് വേണ്ടേ എനിക്ക് മുങ്ങാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹറും ഇങ്ങനെ എല്ലാവരെയും നോക്കി ചിരിക്കുക. അപ്പോൾ നമ്മുടെ രൂപ മനോഹറിനെ തുറച്ച് നോക്കുകയാണ്. ഈ സമയം കല്യാണയുടെ വീട്ടിൽ കേക്ക് മുറിക്കാനുള്ള ആരംഭമാണ്. കേക്ക് മുറിക്കാനായിട്ട് കത്തി കേക്കിൽ വെക്കുകയാണ് അതോട്. അപ്പോൾ ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാൻ വന്നത്. എല്ലാവരും കാത്തിരിക്കുക. അതേ പ്രേക്ഷകരെ, വരാൻ പോകുന്ന അത്യുഗ്രൻ വിശേഷങ്ങളാണ്. രാഹുൽ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.